ഒരു വടി കിട്ടുമോ? ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ. പുഴയെന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ. ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. ഒരു ടേസ്റ്റ് ഇല്ലാന്നേ. കേട്ടിട്ടില്ലേ? എത്ര ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചാലും പറയും ഒരു ടേസ്റ്റും ഇല്ലാന്ന്. ടേസ്റ്റ് ഇല്ലാത്തത് ടെൻഷൻ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ? ടെൻഷനും ടേസ്റ്റും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. കാരണം ടെൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര രുചിയുള്ള ഭക്ഷണം കഴിച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കേട്ടിട്ടില്ലേ? വായ്ക്ക് രുചിയില്ല. വായ്ക്ക് രുചിയില്ലാത്തത് ഭക്ഷണത്തിൻ്റെ കുഴപ്പമൊന്നും കൊണ്ടല്ല. വായ്ക്ക് രുചിയില്ലാത്തത് കുക്കിൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഭക്ഷണത്തിൻ്റെ കൊഴുപ്പിൻ്റെ കുഴപ്പം കൊണ്ടല്ല. വായ്ക്ക് രുചിയില്ലാത്തത് ഭക്ഷണത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, കുക്കിൻ്റെ കുഴപ്പമല്ല. പിന്നെന്താ? മനസ്സിന് സ്വസ്ഥതല്ല. ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ രുചി തോന്നില്ല. കണ്ടിട്ടില്ലേ പഴയ ആളുകൾ ടെൻഷനൊന്നുമില്ലാതെ ഒരു കിണ്ണം കഞ്ഞി മോന്തിയിട്ട് ഒരു നോട്ടണ്ട് നോക്കും. മനസ്സ് നിറഞ്ഞിട്ടല്ല, വയറ് നിറഞ്ഞിട്ടല്ല. കാരണം എന്തൊരു സന്തോഷമാണ്. ഒരു ചമ്മന്തി മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ട് കൊഴുപ്പൊന്നും ഉണ്ടാവില്ല, വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മനസ്സ് നിറഞ്ഞു, ടെൻഷനില്ല. അതുകൊണ്ട് തന്നെ കഴിച്ച ഭക്ഷണത്തിന് രുചിയും കൂടുതലാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കി നോക്കും, മനുഷ്യരെ ടേസ്റ്റിൻ്റെ പിന്നാലെ പരക്കം പായുന്നു. ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ചില ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. സത്യത്തിൽ എന്നിട്ടും ഒരു പുച്ഛത്തോടു കൂടി നോക്കുകയാണ്. ഇത്രയും വില കൊടുത്തിട്ടൊരു ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ലാന്ന്, ഇത് പോരാ എന്നൊരു ചിന്തയാണ്. ഈ ഹോട്ടൽ ശരിയല്ല, കുക്കും ശരിയല്ല. എത്ര വിലപിടിപ്പുള്ള ഹോട്ടലിൽ പോയാലും, എത്ര നല്ല കുക്കിൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലും ടേസ്റ്റ് തോന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ശാന്തതല്ല, സ്വസ്ഥതല്ല. മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും വരുത്തി കഴിഞ്ഞാൽ വലിയ ഭയങ്കര വിഭവമുള്ള ഭക്ഷണത്തിന് ഇത് ആവശ്യമില്ല. മനസ്സും നിറയും, വയറും നിറയും. എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. രണ്ടു കുറ്റി പുട്ടും കൂടി പോരട്ടെ. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഇന്ന് പലപ്പോഴും മനസ്സ് ശാന്തമല്ലാത്തത് കൊണ്ടാണ് ഭക്ഷണത്തിന് രുചി കുറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സ് ശാന്തമല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും രുചി തോന്നില്ല, ഒരു സുഖമില്ല. എന്നിട്ട് ഭക്ഷണത്തെ പുച്ഛിച്ചിട്ടോ കുക്കിനെ പുച്ഛിച്ചിട്ടോ സ്വന്തം വീട്ടിൽ നല്ല ഭക്ഷണം, വലിയ വിഭവങ്ങളൊന്നുള്ളതല്ല, എന്നാലും അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ പുച്ഛിക്കരുത്. കാരണം അത് ഭക്ഷണത്തിൻ്റെ കുഴപ്പമല്ല കേട്ടോ, അത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. മനസ്സ് ശാന്തമാക്കിയിട്ട് ഭക്ഷണം കഴിക്കൂ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലിയ വിഭവങ്ങളിട്ട് വേണ്ട താനും. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാടയും കൊക്കൊക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ടേസ്റ്റിൻ്റെ പിന്നാലെ പരക്കം പായുന്ന ഒരു ജനറേഷനാണ്. അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സ് ശാന്തമാവണം, എന്നാലേ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവണം. അല്ലാണ്ട് ഭക്ഷണത്തിന് വില കൂടിയത് കൊണ്ടോ വിഭവങ്ങൾ നിറഞ്ഞത് കൊണ്ടോ അല്ല. മനസ്സ് ശാന്തമായാൽ ഇത്തിരി ഉള്ളെങ്കിൽ കൂടി, അധികം വിഭവങ്ങളില്ലെങ്കിൽ കൂടി ടേസ്റ്റ് തോന്നൂട്ടാ. അതാണ് എൻ്റെ പ്രത്യേകത.